ജോജൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ വീഡിയോ അല്ല കേട്ടോ, പഴയ വീഡിയോ തന്നെയാണ്. രാവിലെ മുതൽ നമ്മൾ ഇട്ടിരുന്ന ആ വീഡിയോ തന്നെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് ഞാൻ രണ്ടാമത് ഒന്നുകൂടി വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അതിനകത്ത്. അപ്പോൾ ഓൾറെഡി അന്നേരം വീഡിയോ റെക്കോർഡ് ചെയ്ത പിന്നെ വോയിസ് പറഞ്ഞിട്ടായിരുന്നു, പക്ഷേ എനിക്കതിൻ്റെ എറർ മനസ്സിലായില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എനിക്കതിനകത്ത് കമൻസ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സൗണ്ട് ഇല്ല എന്നുള്ളത്. പക്ഷേ ഇത്രയും സൗണ്ട് ഇല്ല എന്നുള്ളത് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഈ ഒരു ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ ഇത്രയും നാൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ. നമ്മൾ ഇത്രയും നാൾ പ്ലാന്റ്സ് ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിരുന്നില്ല. ഡയറക്റ്റ് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എടുത്തിരുന്നില്ല. പക്ഷേ ഇനിയുള്ള നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ടിരിക്കും പ്ലാന്റ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് എടുക്കുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളിലേക്ക് കുറഞ്ഞ വിലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു കിട്ടുന്ന റേറ്റ് നമുക്ക് കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ പ്ലാന്റ്സ് ഓരോന്നും ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് പ്ലാന്റ്സിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പിക്കും അതിൻ്റെ റേറ്റും ആ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് മുൻപേ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നിനും അല്ല കേട്ടോ, നമ്മുടെ കുറച്ച് ചിലതൊക്കെ ചെറിയ നമ്പറുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽപ്പെട്ട ആളുകൾക്ക് ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അപ്പോൾ ചിലതൊക്കെ ഒരു മിനിമം നമ്പർ ഉള്ളതൊക്കെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിലേക്കിട്ട് നമുക്ക് അതിനകത്ത് തന്നെ അവിടെ തന്നെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനും പറ്റത്തില്ല. ചിലതൊക്കെ 4-5 നമ്പറുകളിലൊക്കെ ചിലതൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താല്പര്യമുള്ളവർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ പ്ലാന്റായിട്ട് പരിചയപ്പെടാം. ഡോക്ടർ റാവുവിൻ്റെ റെഡാണ്. അതിന് 90 റുപ്പീസാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നേരത്തെ സെയിൽ നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചുകൂടി അഫോർഡബിളാക്കി തരണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡയറക്റ്റാണ് കുറേ എടുക്കുന്നത്. ഇപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഡയറക്റ്റ് എടുത്താണ് കേട്ടോ. അടുത്താണ് തിമ്മയുടെ പ്രത്യേകത അറിയാലോ, വെറിഗേറ്റഡ് ലീഫാണെന്ന് മാത്രമല്ല എപ്പോഴും ഡിമാൻഡിങ് ആയിട്ട്. കാരണം ആ വെറിഗേറ്റഡ് ലീഫ്, അതിൻ്റെ ആ ഫ്ലവർ, പിങ്ക് കളർ ഫ്ലവർ, വൈറ്റ് കളർ ഫ്ലവർ, അത് മിക്സ് ചെയ്ത് അതിന് തിമ്മയുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നുകൂടി ഒരു പേര് പറയാറുണ്ട്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് സൺസെറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഡോക്ടർ റാവു ഓറഞ്ച് എന്നൊരു പേരുള്ളതാണ്. ശരിക്കും എൻ്റെ എക്സാക്ട് നെയിം സൺസെറ്റ് ഓറഞ്ച് എന്നാണ്. അതിൻ്റെ റേറ്റ് 90 റുപ്പീസാണ് കേട്ടോ. സൺസെറ്റ് ഓറഞ്ച് 90 റുപ്പീസ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനിയും ഇതുപോലെ തന്നെ വിലക്കുറവിലുള്ള പ്ലാന്റ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഷുഫ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് 75 രൂപയാണ് കേട്ടോ. ഷുഫ്ര വെറൈറ്റി വൈറ്റ് കളർ ഫ്ലവർ വരുന്നതാണ് ഷുഫ്ര എന്ന് പറഞ്ഞ വെറൈറ്റി. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വെറുകേറ്റഡ് അല്ല, സാക്കിറാനയുടെ പിങ്ക് ആണ് കേട്ടോ. സാക്കിറാന പിങ്കിൻ്റെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് 80 രൂപയാണ് കേട്ടോ. സാക്കിറാന പിങ്കിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് സാക്കിറാനയുടെ പീച്ചാണ് കേട്ടോ. സാക്കിറാനയുടെ പീച്ച്, ആ ഫ്ലവർ നോക്കി, അത് നമുക്കിവിടെ ഫ്ലവറൊക്കെ ഇട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ആ ഫ്ലവറുകളെല്ലാം പോയിട്ടുണ്ട്. ട്രെയിനിലൊക്കെ വരുമ്പോൾ അതിന് ഡാമേജ് ഒക്കെ പക്ഷേ വരുന്നു, അങ്ങനെ ഫ്ലവർ പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് വന്ന ഫ്ലവറാണ് കേട്ടോ. അത് നോക്കി, അത് കുറച്ചുകൂടി ഡാർക്ക് ആവട്ടെ ആ ഫ്ലവറെ. ഓക്കെ, സാക്കിറാന പീച്ച്. അടുത്തത് വെറിഗേറ്റഡ് ജാക്രാനയുടെ ഓറഞ്ചാണ് കേട്ടോ. ആ ലീഫൊക്കെ നോക്കിയാൽ നല്ല വെറിഗേഷൻ, നല്ല ക്ലിയർ വെറിഗേഷൻ അത് വിസിബിളാണ് കേട്ടോ. വെയിലത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് വെറിഗേഷൻ തെളിഞ്ഞു വരുന്ന തരത്തിലുള്ള ലീഫാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വെറിഗേറ്റഡ് ജാക്രാനയുടെ പിങ്ക് ആണ് കണ്ടോ. അതും ഇതുപോലെ തന്നെ വെറിഗേഷനൊക്കെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആണല്ലോ. അതിൻ്റെ റേറ്റ് വരുന്നത് 125 രൂപയാണ്. ഇതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പിങ്ക് കളർ ഫ്ലവർ അതിനകത്ത് ഉണ്ടായിരുന്നതാണേ. അടുത്തത് ഗ്ലാബ്രയാണ്. ഗ്ലാബ്രയുടെ പ്രത്യേകം നമുക്കറിയാമല്ലോ, എപ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളതാണ്. ഗ്ലാബ്രയുടെ ആ ലീഫൊക്കെ നോക്കിയാൽ നല്ല നീളത്തിലുള്ള ലീഫായിരിക്കും. ഗ്ലാബ്രയുടെ വൈറ്റാണ്. വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് 125 റുപ്പീസാണ്. ഗ്ലാബ്രയുടെ വൈറ്റ് ആണെങ്കിലും പർപ്പിളാണ്, നല്ല ബുഷി ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ്. അടുത്തതാണ് ഗ്ലാബ്രയുടെ പർപ്പിളാണ് കേട്ടോ. ഗ്ലാബ്ര പർപ്പിൾ 135 റുപ്പീസാണ് ഗ്ലാബ്ര പർപ്പിളിൻ്റെ റേറ്റ് വരുന്നത്. എപ്പോഴും നല്ല ഡിമാൻഡിങ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഗ്ലാബ്ര പർപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലാബ്ര പർപ്പിൾ. നെക്സ്റ്റ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത്
നമുക്കറിയാം പൂനെ വൈറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. പൂന വൈറ്റിനെ പറ്റി നമുക്ക് പറയുവാണെങ്കിൽ വൈറ്റ് കളറിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എപ്പോഴും ഫ്ലവേഴ്സ് കാണുന്നൊരു പ്ലാന്റാണ് കേട്ടോ പൂന വൈറ്റ് എന്ന് പറഞ്ഞാൽ. പൂനയുടെ എല്ലാ വെറൈറ്റികളും അങ്ങനെ ഇത് നോക്കിയാൽ നല്ലപോലെ റൂട്ടുണ്ട് കേട്ടോ. ഇതിന് മാത്രമൊന്നും അല്ല കേട്ടോ, ഞാൻ മുന്നേ കാണിച്ച പലതിനും തന്നെ നല്ലപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടർഫ്ലൈ എന്ന് പറയും. പിങ്ക് ബട്ടർഫ്ലൈ 185 റുപ്പീസാണ്. ഇതിന് പല പേര്, റെഡ് ബട്ടർഫ്ലൈ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ സിൽവർ ലീഫ് ബട്ടർഫ്ലൈ എന്ന് പറയാറുണ്ട്. സിൽവർ കളർ ലീഫാണ്, ലീഫിനൊരു വെറിഗേഷനോട് കൂടി ലീഫാണ്. ഇതേ സൈസിലുള്ള നല്ല അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസിനകത്ത് കാണിക്കുന്നത് നല്ല ഇത്രയും സൈസിലുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. നമുക്കൊരു 8 ഇഞ്ച് പോട്ടിൻ്റെ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പ്ലാന്റാണ് കേട്ടോ. നമ്മളിതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് വെറുഗേറ്റ് ചിത്രയാണ്. വെറുഗേറ്റ് ചിത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വെറുഗേറ്റ് ചിത്ര എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ നമ്മുടെ സൺസെറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഡോക്ടർ റാവു ഓറഞ്ചിനെ പോലുള്ള വെറിഗേഷൻ ആണ് എന്ന് പ്രതീക്ഷിക്കരുത്. പലരും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. നോക്കിയറിയാം, ഇപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെറിഗേഷൻ ആണെന്ന് ആരും എക്സ്പെക്ട് ചെയ്യരുത്. ഇപ്പോൾ കണ്ടോ, ഡോക്ടർ റാവിൻ്റെ പ്ലാന്റ് എടുത്തിട്ട് കാണിച്ചില്ലേ, പക്ഷെ അതല്ല. നോക്കുക, ഇതിൻ്റെ സൈഡ് കണ്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അകത്ത് നടുക്കുള്ളത് ഡാർക്ക് ഗ്രീനുമാണ്. അതാണ് അതിൻ്റെ വെറിഗേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വെറിഗേഷനിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ കുറേയും കൂടി ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് ആദ്യം നമുക്ക് കയ്യിലോട്ട് ഒരു ഇതിനകത്ത് ആദ്യമായിട്ട് ലീവ്സ് എടുക്കുന്ന സമയത്ത് അത് ചെറിയൊരു എന്താ പറയുക, ഒരു റെഡിഷ് കളർ കൂടി മിക്സ് ചെയ്ത തരത്തിലായിരിക്കും. അതിനുശേഷം പിന്നീട് അത് ഈ ഒരു കളറിലോട്ട് വരും. പിന്നെ അത് പ്ലാന്റ് കുറച്ചുകൂടി മെച്യൂർഡ് പ്ലാന്റ് ആകുമ്പോൾ അതെന്താണ്, നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ. നമ്മൾ കഴിഞ്ഞൊരു 195ൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്തിരുന്നു. അതെല്ലാം കുറേ കൂടി മെച്യൂർഡ് പ്ലാന്റ് ആണ് കേട്ടോ. അത് കിട്ടിയവർക്ക് എല്ലാവർക്കും കുറേ നല്ല ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും ആ പ്ലാന്റ്. കുറേ ഇപ്പം കിട്ടിയ പ്ലാന്റിനേക്കാളും കുറച്ചുകൂടി മെച്യൂർഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് ഉറപ്പാണ്. കാരണം വെച്ചാൽ അത് മെച്യൂർഡ് പ്ലാന്റ് മെച്യൂർഡ് ആകുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു വെറിഗേഷനിൽ വ്യത്യാസം ഉണ്ടാവുക കേട്ടോ. ഇത് കുറച്ചുകൂടി അത്ര എന്താ പറയുക, ആ ഒരു ലീവ്സിനൊന്നും അത്ര കട്ടിയില്ല. പക്ഷെ മറ്റേ പ്ലാന്റിൻ്റെ ലീവ്സിന് കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ടാവും. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് വെറുഗേറ്റ് ചിത്ര. വെറുഗേറ്റ് ചിത്ര എപ്പോഴും ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. എപ്പോഴും ഡിമാൻഡിങ് ആണ്. നമ്മുടെ കയ്യിൽ പ്ലാന്റ് വന്നാൽ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് ലൂസിയാൻ താമോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ലൂസിയാൻ താമോ എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക, ഒരു തായ് വെറൈറ്റി ആയിട്ടൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന തായ് വെറൈറ്റികളിലും കുറച്ച് പഴയകാല ഒരു വെറൈറ്റിയാണ് ലൂസിയാൻ താമോ എന്ന്. 125 റുപ്പീസാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ എന്ന് വെച്ചാൽ സൺസെറ്റ് ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ അത്രയും ഇതല്ലാത്ത രീതിയിലൊരു ഒരു ഫ്ലവറാണ്. പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലൂസിയാൻ താമോ 125 റുപ്പീസാണ് കേട്ടോ. നല്ല വെറിഗേഷനോട് കൂടെ ലീഫാണേ. ഇത് അത്ര അധികം പൊക്കം വെക്കാതെ തന്നെ ഫ്ലവർ ഇടുന്നതാണ്. നമുക്ക് ഈ കൊണ്ടുവന്ന പ്ലാന്റുകൾ എല്ലാത്തിലും തന്നെ നല്ലപോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ലൂസിയാൻ താമോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ 14 വെറൈറ്റികളും കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് സിംഗിൾ പീസായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ്. നമ്മളിതൊരു കോംബോ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇതിൽ പല പ്ലാന്റ്സും പലരുടെ കയ്യിലും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിലും ഒരു പ്ലാന്റ് മതി, സിംഗിൾ പീസായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കഴിയുന്നത്ര വാട്സപ്പ് കോളുകൾ ഒഴിവാക്കുക കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കുറേ നേരമായെന്ന് എനിക്കറിയാം. ആ വീഡിയോയ്ക്ക് തന്നെ നല്ല സപ്പോർട്ടാണ് തന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.